വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഈസി ഇംഗ്ലീഷിലേക്ക് ഇവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈസി ഇംഗ്ലീഷ് എന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനുമായിട്ടാണ്. സെക്കൻഡ് ഇയർ ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രിയൽസ് ഓഫ് എംപവർമെൻറ്റിൻ്റെ പാരഗ്രാഫ് വൈസ് എക്സ്പ്ലനേഷനാണ്. ത്രിയൽസ് ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റ്യൻ ലഗാതെ. ക്രിസ്റ്റ്യൻ ലഗാതെയുടെ പ്രസംഗമായിട്ടുള്ള ത്രിയൽസ് ഓഫ് എംപവർമെൻറ്റ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് വിചാരിച്ച ത്രിയൽസ് ഓഫ് എംപവർമെൻറ്റ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇത് മൂന്നുമാണ്. അപ്പോൾ ലേണിങ്ങിനെ പറ്റിയും ലേബറിനെ പറ്റിയും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലേണിങ്ങും ലേബറും എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കുന്നത്, അവരുടെ കഴിവുകളെ സ്വായത്തമാക്കാനായിട്ടും രാജ്യത്തിൻ്റെ, നാടിൻ്റെ, ലോകത്തിൻ്റെ പുരോഗതിക്ക് എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യാനും ലേണിംഗ് ലേബറിന് സഹായിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സോ പലതരം ജോലികൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവരുടെ ജോലിയിടങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത്. അതിൻ്റെ പരിഹാര മാർഗങ്ങളെ പറ്റിയും നമ്മളതിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് പാർട്ട് ലീഡർഷിപ്പാണ്. ദാറ്റ് ഈസ് ദ തേർഡ് എൽ, മൂന്നാമത്തെ എൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം. സ്ത്രീകൾ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, അവൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയൊക്കെയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഈ പാരഗ്രാഫ് സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഇതിൽ തന്നെ ഉണ്ട്. ആദ്യം അതിൻ്റെ ഫസ്റ്റ് പാർട്ടൊന്ന് വായിച്ചു നോക്കാം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. The third L is leadership that enable women to rise and fulfill their innate abilities and talents. So third L ലീഡർഷിപ്പ് ആണ്, നേതൃത്വമാണ്. ദാറ്റ് എനേബിൾസ്, അതെങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കുന്നത്? ദാറ്റ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. സോ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ദാറ്റ് എനേബിൾസ്, ലീഡർഷിപ്പ് സ്ത്രീകളെ എനേബിൾസ്, സഹായിക്കുന്നത് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദർ ഇന്നേറ്റ് എബിലിറ്റീസ്. എന്താണ് റൈസ് ആൻഡ് ഫുൾഫിൽ? റൈസ് മീൻസ് ഉണർത്തുക, ഫുൾഫിൽ സാക്ഷാത്കരിക്കുക. എന്തൊക്കെയാണ് ഉണർത്തുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത്? അവരുടെ ജന്മവാസനകളെ, അവരുടെ കഴിവിനെയും, ഇന്നേറ്റ് എബിലിറ്റീസ് എന്നാൽ ജന്മവാസനകളെയും അവരുടെ കഴിവിനെയും ഉണർത്തിയെടുക്കാനും അതിനെ സാക്ഷാത്കരിക്കാനും ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിൽ നേതൃത്വ പാഠവം വളരെ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഹിയർ ദർ ഈസ് എ പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതിനായിട്ട് ഇത്തരത്തിൽ മുന്നേറാൻ ധാരാളം അവസരങ്ങൾ ഇന്ന് സ്ത്രീകൾക്ക് ഉണ്ട്. The irony is that when women lead, they tend to do as good a job as others, if not a better job. So സ്ത്രീകളാൽ നയിക്കപ്പെടുമ്പോൾ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ അതിലും മികച്ചതായ പ്രകടനം അവർ കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഒരു ഐറണിയാണ്, ഒരു വൈരുദ്ധ്യമായിട്ട് അനുഭവപ്പെടാറുണ്ട്. They are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long-term sustainability. സോ അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് പറയുന്നത്. They are more likely to make decisions. അവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും ബേസ്ഡ് ഓൺ കോൺസെൻഷ്യസ് ബിൽഡിംഗ്. എന്താണ് കോൺസെൻഷ്യസ് ബിൽഡിംഗ്? എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്ന അർത്ഥത്തിലാണ് കോൺസെൻഷ്യസ് ബിൽഡിംഗ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ സ്ത്രീകളുടെ തീരുമാനത്തിൽ കോൺസെൻഷ്യസ് ബിൽഡിംഗ്, എല്ലാവർക്കും അംഗീകരിക്കാവുന്നത്, ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അതുപോലെ മറ്റൊന്നാണ് കമ്പാഷൻ. കമ്പാഷൻ എന്താണ്? അനുകമ്പാപൂർവമായത്. കമ്പാഷനേറ്റ് ആണ് സ്ത്രീകൾ, അവരുടെ തീരുമാനങ്ങൾ കമ്പാഷനേറ്റ് ആണ്. ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, വളരെ കാലത്തേക്ക് വേണ്ടുന്നതുമായിരിക്കും. അതായത് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന തീരുമാനങ്ങളാണ് അവരെടുക്കുക. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് പറയുന്നു. എങ്ങനെയുള്ളതാണ്? കോൺസെൻഷ്യസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. സോ പാരഗ്രാഫിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. സ്ത്രീകൾക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നത് എന്താണ്? കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. പലപ്പോഴും സ്ത്രീകൾക്ക് ജീവിതത്തിൽ കഴിവിനനുസരിച്ച് അവരുടെ ആത്മവിശ്വാസം ഉയർത്താൻ കഴിയാറില്ല. പല പല കാരണങ്ങളുണ്ടല്ലോ അതിന്. എല്ലാ സ്ത്രീകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കഴിവുള്ളവരാണ്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും മോശം പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ ചിന്തിച്ച് സ്വന്തം കഴിവുകളെ മനസ്സിലൊളിപ്പിച്ച്
ജീവിക്കുകയാണ് പലരും. സോ ഇതൊക്കെ ഒന്ന് മാറണ്ടേ? അതുകൊണ്ട് നമുക്ക് അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് വായിച്ച് നോക്കാം. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നാരറ്റീവ് ഇൻ ദെയർ ഫേവർ. നമ്മുടെ റൈറ്ററും ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. അവരുടെ മൈൻഡ് സെറ്റിനെ, അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുക. ആൻഡ് റീസെറ്റ് ദ നാരറ്റീവ് ഇൻ ദെയർ ഫേവർ. എന്താണ് റീസെറ്റ് ദ നാരറ്റീവ് ഇൻ ദെയർ ഫേവർ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഈ ചിന്താഗതി മാറ്റിയെടുത്തിട്ട് സാഹചര്യങ്ങളെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. അവരുടെ ആത്മവിശ്വാസം ഇല്ലായ്മയെ മാറ്റിയെടുത്ത് സാഹചര്യങ്ങളെ അവർക്ക് അനുകൂലമാക്കി മാറ്റുക എന്നാണ് റൈറ്റർ ഇവിടെ പറയുന്നത്. അടുത്ത സെൻറ്റൻസ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺസ്. സോ അതിനായിട്ട് സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? സോ സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഡെയർ ദ ഡിഫറൻസ്, മാറ്റങ്ങൾ ഉണ്ടാകാൻ ധൈര്യപ്പെടണം. ഡെയർ ദ ഡിഫറൻസ് എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ധൈര്യപ്പെടുക. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺസ്, അവരുടെ കംഫർട്ട് സോൺ, സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് വരിക. സ്റ്റെപ്പ് ഔട്ട്സൈഡ്, പുറത്തേക്ക് വരിക. ആൻഡ് ടു ടേക്ക് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകണം. കംഫർട്ട് സോണിൽ ഇരുന്നാൽ ഒരിക്കലും നമുക്കൊരു റിസ്ക് ഉണ്ടാകുകയില്ല, അല്ലേ? നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്ക് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് റിസ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഇല്ല, ഒരു റിസ്ക്കും ഉണ്ടാകുകയില്ല. അപ്പം റിസ്ക് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ധൈര്യപ്പെടണം. വ്യത്യസ്തത ഉണ്ടാകാൻ സ്ത്രീകൾ തീർച്ചയായും ധൈര്യപ്പെടണമെന്നാണ് ഇവിടെ നമ്മുടെ ക്രിസ്റ്റ്യൻ ലഗാതെ പറയുന്നത്. Nonetheless, even those with the drive to succeed continue to face barriers, whether we are talking about providing primary education for girls in a village or executive position for women in business. എന്താണ് ഈ ഒരു ഭാഗം അർത്ഥമാക്കുന്നത്? ഇതല്ലാത്ത പക്ഷം, ഈ ധൈര്യം ഉണ്ടാകാത്ത പക്ഷം, നമ്മൾ വിജയിക്കാൻ പല തവണ ശ്രമിക്കുമ്പോഴും തടസ്സങ്ങളെ നേരിടേണ്ടി വരും. റിസ്ക് ഏറ്റെടുക്കാൻ ഉള്ള ധൈര്യമില്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മളെ തളർത്തും. അത് പ്രൈമറി വിദ്യാഭ്യാസം നൽകുന്നതിലായിക്കോട്ടെ, ഉയർന്ന പദവിയിലെത്തുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ ഈ ഒരു തടസ്സം എപ്പോഴും സ്ത്രീകളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സധൈര്യം മുന്നോട്ട് വരിക. നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന്, നമ്മുടെ സുരക്ഷിതമായ ഇടങ്ങളിൽ നമ്മൾ പുറത്തേക്ക് സധൈര്യം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ എന്ന് ഈ ഭാഗത്തിൽ ക്രിസ്റ്റ്യൻ ലഗാതെ പറയുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒരു കുറച്ച് ഭാഗം കൂടിയുണ്ട്. അതോടുകൂടി ഈ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. അത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ സ്പീച്ചിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രെജുഡീസ് ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. ദ 3 L's വിൽ ഹെൽപ്പ് us get there. അപ്പോൾ ഈ 3 Lകളും സ്ത്രീകളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇറ്റ്സ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. നമുക്കൊരു പുതു ലോകം തന്നെ സൃഷ്ടിക്കാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. വെയർ all women can meet their potential without impediment or prejudice and the world will reap the benefits. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? where all women can meet their potential without impediment or prejudice. അവിടെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾ പൂർണ്ണമായി തടസ്സങ്ങളില്ലാതെ, ഇംപെഡിമെൻറ്റ്, വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രിജുഡിസ്, മുൻവിധികൾ, പ്രിജുഡിസ് എന്നാൽ മുൻവിധികളില്ലാതെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിയും. അതിലൂടെ ലോകത്തിന് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. അതിനായി 3 L's നമ്മളെ സഹായിക്കുമെന്നാണ് നമ്മളോട് ക്രിസ്റ്റ്യൻ ലഗാതെ പറയുന്നത്. സോ നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ്, ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ മാറ്റത്തിനായി ധൈര്യം കാണിച്ചാൽ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. താങ്ക് യു വെരി മച്ച്. സോ നമ്മുടെ സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അതിനുള്ള മറുപടി തീർച്ചയായും തരുന്നതാണ്. ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് തരത്തിലുള്ള സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും നന്ദി. വീണ്ടും വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.